KPCC രാഷ്ട്രീയകാര്യ സമിതി ഈ മാസം 27-ന് ചേരും. പുനഃസംഘടനാ ചർച്ചകൾ പ്രധാന വിഷയമാകും. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, 27 എന്ന് പറയുമ്പോൾ ഈ ഒരു 23-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമായിരിക്കും ആ യോഗം എന്ന് പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ അതിൽ വലിയ രീതിയിൽ ചർച്ചയാകാമെന്നുള്ളതിൽ സംശയമില്ല. നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും തൊട്ടു പിന്നാലെ വരുന്ന ഫലവും ഒക്കെ തന്നെയായിരിക്കും പ്രധാനമായും KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാവുക. മാത്രവുമല്ല, ഇപ്പോൾ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും KPCC അധ്യക്ഷനും മാത്രമാണ് ചുമതലയേറ്റുള്ളത്. KPCCയുടെ പുനഃസംഘടന ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ പൂർത്തിയാക്കണം എന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC പുനഃസംഘടന മുഖ്യ അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 പേരിൽ കൂടുതൽ KPCC ഭാരവാഹികളുടെ എണ്ണം കൂടാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം AICC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ മതസമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ ആളുകളെ തീരുമാനിക്കേണ്ട കാര്യമില്ല. പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിലും ഒപ്പം ഓരോ മേഖലയും കേന്ദ്രീകരിച്ച് അവർക്ക് നൽകുന്ന രീതി, അല്ലെങ്കിൽ ഓരോ മേഖലയും ഓരോ ജില്ലയും വേർതിരിച്ച് നൽകി അത്തരത്തിൽ പാർട്ടിയെ ചിട്ടയായി മുന്നോട്ട് നയിക്കുന്ന ആളുകളെയാണ് പാർട്ടിയുടെ KPCC ഭാരവാഹിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത. മാത്രവുമല്ല, ഈ നിലവിൽ DCC ഭാരവാഹികളെ മാറ്റുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. 11 DCC ഭാരവാഹികളെ മാറ്റുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ DCC ഭാരവാഹികളെ മാറ്റുന്നതും ഈ യോഗത്തിൽ ചർച്ചയാവും. ഒപ്പം ശശി തരൂരും KPCC നേതാക്കന്മാരുമായി നിലനിൽക്കുന്ന ഒരു ശീതസമരമുണ്ട്. പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രചരണ പരിപാടികൾക്ക് ശശി തരൂരിനെ ക്ഷണിച്ചില്ല എന്ന തരത്തിൽ വലിയൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ആ ആക്ഷേപം പിന്നീട് വലിയ രീതിയിലേക്ക് കത്തിക്കയറിയില്ല. അതിനു മുമ്പ് തന്നെ KPCC ഭാരവാഹികൾ ഇടപെട്ട് അത് ചർച്ചയാകാതെ മാറ്റുകയായിരുന്നു. എന്തായാലും ശശി തരൂർ പലപ്പോഴും KPCCയുടെ അല്ലെങ്കിൽ AICCയുടെ വലയത്തിൽ നിന്നും ഭേദിച്ച് പുറത്തേക്ക് പോയി നടത്തുന്ന പ്രസ്താവനകൾ KPCC നേതാക്കന്മാരെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവാനാണ് സാധ്യത. ശരി, ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ, അതിനോടൊപ്പം തന്നെ പുനഃസംഘടനാ ചർച്ചകളും മുഖ്യ അജണ്ടയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.